അത്യാസന്ന നിലയിലാണ് ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദ്ദേഹം അത്യാസന്ന നിലയിലാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തെ കൊണ്ട് ഒരു മികച്ച പ്രതിപക്ഷ നേതാവാകാൻ സാധിക്കുന്നില്ല, അതിന് സാധിക്കില്ലല്ലോ എന്ന ആശങ്കയാണ് അത്യാസന്ന നിലയിലെന്ന് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളൊരു കാരണം. അതങ്ങനെ തന്നെയാണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട കരുത്ത്, അല്ലെങ്കിൽ വേണ്ട ബുദ്ധിപരമായ മിടുക്ക്, ധാർമ്മികപരമായിട്ടുള്ളൊരു ഔന്നത്യം, ഇതൊന്നും ആർക്കില്ല? പിണറായി വിജയൻ ഇല്ല എന്ന് കേരള ജനം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CPM-ന് എങ്ങനെയാണ് ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കുക? അവർ മുമ്പോട്ട് വയ്ക്കുന്ന വാദങ്ങളെ അതിനെ കൺവിൻസിങ് ആക്കാൻ അവർക്ക് പറ്റുമോ? ഇപ്പം വിഴിഞ്ഞം വിഷയത്തിൽ തന്നെ അവരൊരു കാര്യം പറയുമ്പം വിശ്വസിക്കാൻ ജനത്തിന് ഒട്ടും താല്പര്യമില്ല. കാരണം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും വലിയ മഹത്വമായിട്ട് അവർ മുമ്പോട്ട് വെച്ചത് ഈ വിഴിഞ്ഞം പ്രൊജക്റ്റാണ്, ഈ വിഴിഞ്ഞം വികസനമാണ്. 2015 കടൽ കൊള്ളയാണെന്ന് എഴുതിയവരാണ്. അപ്പോൾ ഇവരെ വിശ്വസിക്കാൻ നിലവിൽ കേരള സമൂഹം തയ്യാറല്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഇടതുപക്ഷം കേരളത്തിൽ അനിവാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അത് പറയുന്നുണ്ട്. ഇടതുപക്ഷം കേരളത്തിൽ അനിവാര്യമാണ്, അത് നിലനിൽക്കുക തന്നെ വേണം എന്ന് കരുതി CPM കേരളത്തിൽ അനിവാര്യമാണോ? താങ്കളുടെ ചോദ്യത്തിന് ഒറ്റ വാക്ക് ഉത്തരം പറയാം. ഗൗതം ചോദിച്ചതുപോലെ CPM കേരളത്തിന് അനിവാര്യമാണോ എന്ന് വെച്ചാൽ CPM കേരളത്തിന് അനിവാര്യമല്ല. രണ്ടാമത്തെ കാര്യം, CPM ഇന്നൊരു ഇടതുപക്ഷം അല്ലാതായിരിക്കും. ഇടതുപക്ഷം അനിവാര്യമാണെങ്കിലും CPM വേണമെന്നില്ലത്. ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, ചെറിയ ചെറിയ സംഘടനകൾ ഇഷ്ടംപോലെ ഉണ്ട്. പലർക്കും ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുകയും ചെയ്യാം. ഇപ്പോൾ അഴിമതി വിരുദ്ധ നിലപാട്, അത് BJP എടുത്താലും RSS എടുത്താലും സംഘപരിവാർ എടുത്താലും കോൺഗ്രസ് എടുത്താലും ആരെടുത്താലും അഴിമതി വിരുദ്ധ നിലപാടാണെങ്കിൽ, സത്യസന്ധമായ നിലപാടാണെങ്കിൽ അതിന് ഇടതുപക്ഷം അല്ല എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ടുള്ള നിലപാടാണ്. പിന്നെ രണ്ടാമത്, തെറ്റുകളെ തിരുത്താൻ, ഇപ്പോൾ സതീശന് പുണ്യാളെന്നൊന്നും ആരും പുണ്യാളെന്ന് പറയാൻ പറ്റില്ല. ഈ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്താനും ചൂണ്ടിക്കാണിക്കാൻ ആര് വേണം? കറക്റ്റീവ് ഫോഴ്സായിട്ട് ഇടതുപക്ഷം വേണം. കറക്റ്റീവ് ഫോഴ്സായിട്ടാണ് അതിനെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആ കറക്റ്റീവ് ഫോഴ്സ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ ഇടതുപക്ഷം ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് CPM-ന് ഇത്രയും കഴിഞ്ഞ 2 തവണ ഭരിച്ച് പല രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കിയ ഒരു നേതാവാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിലനിൽക്കാൻ പറ്റുക? മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് CPM-ന് കേരളത്തിൻ്റെ കറക്റ്റീവ് ഫോഴ്സ് ആകാൻ പറ്റുക? അത് അങ്ങേർക്കും അറിയത്തില്ല. അങ്ങേർക്കും കറക്റ്റീവ് ഫോഴ്സ് ആകാൻ പറ്റില്ല എന്നുള്ളവരും മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ഞാനിതാണ്, എൻ്റെ കൈയും കാലും എല്ലാം കറുപ്പാണ്, ഇങ്ങനെ കൈ തുറന്ന് കാണിച്ച് ഒന്നുമില്ല എന്നുള്ളതല്ല, ഞാൻ തലച്ചോറിലൊന്നും ഇല്ല എന്നാണ് കാണിച്ചത്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലൊന്നും ഇല്ല. തലച്ചോറുള്ളവരോട് വിരോധം ഉണ്ടായിരുന്നതാണ് പറയും. കാരണം അതുകൊണ്ടാണ് എല്ലാവരും തലയെ തല്ലി പൊട്ടിച്ചത്. ലാത്തിച്ചാർജ് നടക്കുമ്പോഴും തലച്ചോറ് പുറത്ത് കാണിക്കുക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന് സന്തോഷം കിട്ടിയിരുന്ന പോലീസ് ഫോഴ്സ് മുറ. അതിൻ്റെ കാരണം ഇടതുപക്ഷം ഇല്ലാതെങ്കിൽ പിണറായി വിജയനെ പോലുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ താക്കോൽ പിണറായി വിജയനെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ എല്ലാവരും പോയത്. അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന കാലഘട്ടം വരെ ഇടതുപക്ഷത്തോട് ജനങ്ങൾ താല്പര്യം കാണിച്ചിരുന്നു. അച്യുതാനന്ദൻ്റെ മരണം ഇടതുപക്ഷത്ത് പിന്നെ കാണാൻ പറ്റുന്ന ശൂന്യത മാത്രമായി. അതുകൊണ്ട് ജനങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഇടതുപക്ഷത്തിന് CPM മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ പിണറായി വിജയൻ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷത്തെ ഒരു പ്രസ്ഥാനമായിട്ടോ ജനങ്ങൾക്ക് വേണ്ട ഒരു സംഘടനാ സംവിധാനമായിട്ടോ പോലും കാണാൻ ജനം തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്. ഇപ്പോഴും അച്യുതാനന്ദനെ പോലൊരു നേതാവ് അവർക്കില്ല. അച്യുതാനന്ദൻ്റെ കാലത്തുണ്ടായിരുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഏറ്റവും പ്രബലമായിട്ട് ഇവിടെ വളരാൻ പോകുന്ന ആ ശൂന്യത ബോധപൂർവം നിൽക്കാമെങ്കിൽ അത് നികത്താൻ പറ്റുന്നത് RSSന് പറ്റും. ഇവിടുത്തെ ഏത് ഇടതുപക്ഷത്തേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന RSSനാണ്. ഉദാഹരണം പറയാം, എൻ്റെ അനുഭവത്തിൽ പറയാവുന്ന കാര്യങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇച്ചിരി കുഞ്ഞു വിഭാഗം പരിവർത്തനവാദികൾ എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടി ജോർജ് ഫെർണാണ്ടസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന RSSകാരാണ് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വന്നിരുന്നത്. CPM-കാർ ഒരു 2 ദിവസം വന്ന് പിന്നെ വന്നിട്ടില്ല. മുദ്രാവാക്യം വിളിക്കാനൊക്കെ മഹാരാജ് കോളേജിന് എത്ര പേര് വന്നെങ്കിൽ ഒരു പ്രാവശ്യം തോമസ് ഐസക്കിന് അടി കിട്ടി. അല്ലാതെ എന്താ ഉണ്ടായിരുന്നത്? അവിടെ കോളേജിലൊന്നും ഉണ്ടായിട്ടില്ല. സമരം ചെയ്ത് ഞങ്ങളാണ്, ഉറപ്പിച്ച് പറയാൻ പറ്റും. അല്ല, അത് ഇവിടെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയിൽ ആളുകൾ ചെന്നെത്തിയിട്ടുണ്ട്. അതായത്
ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ പെട്ടെന്ന് വരുന്ന മനസ്സിൽ ഇമേജ് എന്ന് പറയുന്നത് CPM ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പ്രശ്നം. ഇത് തെറ്റാണിത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPM അല്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആകണമെന്ന് പോലും ഇല്ല. ശ്രീനാരായണ ഗുരു കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇടതുപക്ഷക്കാരനായിരുന്നു. വിവേകാനന്ദൻ ഒരു വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു. അയ്യങ്കാളി ഒരു വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ ഒരു വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു. ചട്ടമ്പി സ്വാമി ഒരു വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു. ഇവരാരും ഈ നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കിയത്, ജാതീയതക്കെതിരെ ശ്രീനാരായണ ഗുരു പോരാട്ടം നടത്തിയത് കാറൽ മാർക്സിന്റെ പുസ്തകം വായിച്ചിട്ടല്ല, ലെനിനെയോ ഏംഗൽസിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലോ കണ്ടിട്ടോ വായിച്ചിട്ടോ ഒന്നുമല്ല. മറ്റുള്ളവരൊന്നും ഇതല്ല ചെയ്തത്. ഇവരൊക്കെ ഇടതുപക്ഷമായിരുന്നു. അപ്പം ഇവര് കേരളത്തിൽ രൂപപ്പെടുത്തിയ ഒരു ഇടതുപക്ഷ മനസ്സ്, അല്ലെങ്കിൽ ഇവര് കുഴിച്ചിട്ട ഒരു മണ്ണിലാണ് ആര് വരുന്നത്? CPM വരുന്നിട്ട് അവരുടെ കെട്ടിടം പൊക്കിയെടുക്കുന്നത്. ആ കെട്ടിടം, ആ മണ്ണ് ഇപ്പോഴും ഉണ്ട്. അതായത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയും പണ്ഡിറ്റ് കറുപ്പൻ പോലുള്ള മറ്റ് അനേകം ആളുകളിൽ നവോത്ഥാന നായകര് ഉഴുതിട്ട കേരളത്തിൻ്റെ മതേതരത്വം അല്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ടുള്ള എല്ലാ സമുദായങ്ങളും ഒന്നിച്ച് ജീവിക്കണം, മനുഷ്യന് ഒറ്റ മതമേ ഉള്ളൂ, ഒറ്റ ജാതിയേ ഉള്ളൂ എന്ന് പറയുന്ന ആ മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. ആ മണ്ണിൽ വന്നിട്ടാണ് CPM അവരുടെ കെട്ടിടം പൊക്കിയത്. CPM മാത്രമല്ല, അവിടെ മറ്റു ചില ആളുകൾക്കും കെട്ടിടം പൊക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. കോൺഗ്രസ് എന്തിൻ്റെ പ്രതീക? AK ആന്റണി എന്തിൻ്റെ പ്രതീക? കോൺഗ്രസിലെ ഇടതുപക്ഷം, നമ്മൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതീക AK ആന്റണിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞ് സഭയും സ്ഥാപനങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞ ആന്റണിയാണ്. വേറെ ആരെയേക്കാൾ കൂടുതൽ സ്വകാര്യ കോളേജുകളെ നിയന്ത്രിക്കാനായിട്ട് നോക്കിയ ആന്റണിയാണ്. നിയന്ത്രിച്ചോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ അങ്ങനെ ആ ഇടതുപക്ഷ ചിന്താഗതി ഇന്ന് കേരളത്തിൽ വേണമെങ്കിൽ RSSന് മുമ്പോട്ട് വയ്ക്കാം. കാരണം മറ്റ് പാർട്ടികൾക്കുള്ള അത്രയും താല്പര്യം RSSനില്ല. RSS അവരെക്കാളൊക്കെ വലുതാണെന്നും തങ്ങൾ ഇപ്പോൾ കേരളം തന്നെ ഭരിക്കാൻ പോകുന്ന കക്ഷിയാണെന്നുള്ള ഒരു ബോധം അവർക്കുണ്ടായതുകൊണ്ട് ഒരു പരിധി വിട്ട് പോക്കത്തിലും ചെയ്യാൻ RSSന് പറ്റില്ല. അത് ശ്രദ്ധിച്ച് കേട്ടോ, ഒരു പരിധി വിട്ട് RSSന് ഇനി വർഗീയത പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലും വേണമെങ്കിൽ ജയിക്കാം എന്നൊരു സ്ഥിതിയായിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ വോട്ട് വേണം. അല്ല, അത് മാത്രമല്ല സാറേ, ഹിന്ദു മതത്തെ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇടതുപക്ഷ മതമായിട്ടാണ്, അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിയെ ഒരു ഇടതുപക്ഷ ഫിലോസഫി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാസ്തികനെ പോലും അംഗീകരിക്കുന്നുണ്ട്. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലാക്കലനുസരിച്ചിരിക്കും. അതിൽ ഇടതുപക്ഷത്തിനെ ഉൾക്കൊള്ളുന്ന നിരവധിയായിട്ടുള്ള ഐഡിയോളജികളും സ്പേസും ഈ ഭാരതീയ ഫിലോസഫി അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിയിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷം ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ പറയും അത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളാണ് CPMന്റെ ഏറ്റവും വലിയ, CPMനെ താങ്ങി നിർത്തുന്നത് എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് BJPക്ക് പറ്റുമോ? ഇന്നത്തെ പരിസ്ഥിതി പറ്റിയല്ല. പക്ഷേ CPM തകരുകയും ഇവരുടെ റെപ്രസെൻറ്റേഷൻ, ഇവരുടെ താല്പര്യങ്ങളുടെ റെപ്രസെൻറ്റേഷൻ മിക്കതേറെ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതെ വരികയും ചെയ്താൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ബേസും ലിമിറ്റഡായി, ന്യൂനപക്ഷ അല്ലെ മുസ്ലിം ക്രിസ്ത്യൻ കുറച്ച് സവർണർ എന്നുള്ള രീതിയിലേക്ക് മാത്രം കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ബേസ് പോവുകയും ചെയ്താൽ ഈ പിന്നോക്കം നിൽക്കുന്ന ഹിന്ദു അല്ലെ ഇടതുപക്ഷ ഹിന്ദുക്കൾ അവർക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. അവർക്ക് പോകാൻ പിന്നുള്ളത് RSSും BJPയും ഉള്ളൂ. ആ രീതിയിലേക്ക് ഈ ജനവിഭാഗത്തെ RSSലേക്ക് ആകർഷിക്കാൻ BJPയിലേക്ക് ആകർഷിക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവർ. അതായത് ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയെയും അയ്യങ്കാളിയും ഇതുപോലുള്ള പല നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും ഉപയോഗപ്പെടുത്താൻ CPMന് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ മറ്റുള്ളവർക്കും സാധിച്ചുകൂടാ? അവർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ? ഇത് CPMന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ, അങ്ങനെ വിലക്കൊന്നുമില്ലല്ലോ. ചെറിയ ഉദാഹരണം പറയാം. തമ്പായിട്ട് എങ്ങനെയാണ് ഉപയോഗിച്ചു? എന്തുകൊണ്ട് CPMന് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ അന്തർദേശീയ ബന്ധങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ വലിയ ഭാഗമാണ്. SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഒന്നുമല്ല, കാറൽ മാർക്സ്, ചെഗു വരെ അങ്ങനെയുള്ള ഒത്തിരി പേരുടെ പേരുമൊക്കെ പറഞ്ഞവന്മാർ വരും. ഒരൊറ്റ കാര്യം നിങ്ങൾ പഴയ കാലത്തെ പല കാര്യങ്ങളും പറയുമ്പോൾ പുന്നപ്രവയലാറോ അതിനു മുമ്പ് പുറകോട്ടൊക്കെ ഒത്തിരി ത്യാഗങ്ങളുടെ സമരങ്ങളുടെ കാര്യം പറയും.
കഥയാണെങ്കിലും ഇല്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ മലബാറിലെ ആദ്യ സ്ത്രീ, തീയ സ്ത്രീ എന്ന് പറയുന്നത് ഉണ്ണിയാർച്ചയായിരുന്നു. ഉണ്ണിയാർച്ചയുടെ പേര് അവരെവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും? എന്തേ? അത് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ണിയാർച്ചയുടെ പേര് പ്രയോജനപ്പെടുത്തിയില്ല? ഒരു വനിതാ നേതാവ്, അതിന് വേറെ ചിന്താ ജെറോമിനെയൊക്കെ കൊണ്ട് അവർ നടക്കുന്നത്. ആലോചിച്ചോക്കാം. ഉണ്ണിയാർച്ചയെ പോലെ വലിയൊരു ബിംബം, ഇമേജ്, നമ്മളത് അങ്ങനെ പറയുന്നത്, ഇമേജ് ഇവിടെ ഉള്ളപ്പം ഇവരെന്തിനാണ് മറ്റുള്ളതിൻ്റെ പലതിൻ്റെയും പുറകെ പോയത്? കാരണം ഇവർക്കുള്ള CPM-ൻ്റെ പ്രശ്നം RSS-നുള്ളതും CPM-നും ഇല്ലാത്തതും സ്വന്തം ശക്തിയിലുള്ള വിശ്വാസം. അല്ലെ വിദേശത്ത് നിന്ന് റഷ്യയിൽ നിന്ന് ഒരു പത്രം വന്നാൽ അടുത്ത ഭാഗം വഴി മറുപടി പറയുള്ളൂ. അതുകൊണ്ടാണ്, ശരിയാണ് സാർ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റാണ്, RSS-നുള്ളതും CPM-ന് ഇല്ലാത്തതും സ്വന്തം ശക്തിയിലുള്ള വിശ്വാസം. അത് CPM-ന്. സി അച്യുതമേനോൻ എന്തുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷത്ത് പ്രതിപക്ഷം നിന്ന ഒരാളായിരുന്നല്ലോ, വേരൂന്നിയില്ല എന്നതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നേ, കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നേ, സവർണനായിരുന്നു. അതെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെയോ വിവേകാനന്ദനെയോ അതുപോലുള്ള സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെങ്കിൽ ഔറോബിന്ദോ ഇങ്ങനെയുള്ള ഇന്ത്യയുടേതായിട്ടുള്ള തനത് പൊളിറ്റിക്കൽ ട്രഡിഷൻസ്, രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അത്തരം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇന്ത്യയുടേതായിട്ടുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളായിരുന്നു ശ്രീനാരായണ ഗുരു, അങ്ങനെയുള്ള പുണ്യാർച്ച, അങ്ങനെയുള്ള പല ആളുകൾ. ഇതിനെ മനസ്സിലാക്കാനോ ഉപയോഗപ്പെടുത്താനോ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുവിനെയും വിവേകാനന്ദനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ഈ പുച്ഛിച്ച് തള്ളിയത് കൊണ്ട് തന്നെ ഇവരുടെ നേതാക്കൾ ആരായിരുന്നു? മാർക്സും മാവോ സേതുങ്ങും ലെനിനും സ്റ്റാലിനും ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. ഇവരെ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് എന്തിനാണെന്നേ, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ട്രഡിഷൻ ഉണ്ട്, രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, നേതാക്കളുണ്ട്, അവരുപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. നിങ്ങൾക്ക് എന്തിനാണ് വിദേശത്തുള്ള നേതാക്കളുടെ ആവശ്യം ഇന്ത്യക്ക്? അതാണ് അവരുടെ പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. വിദേശത്തുള്ള നേതാക്കന്മാർ മാത്രമല്ല, വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന തലച്ചോറും കൂടെ വേണം. ഈ തലച്ചോറ് വരാൻ താമസിച്ച ഒന്നും മിണ്ടാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം സതീശൻ നിയമസഭയിൽ എടുത്തിട്ട് കുടഞ്ഞില്ലേ, മോസ്കോയിൽ മഴ പെയ്താൽ ഇവിടെ കുട പിടിക്കുമെന്നാണ് പറഞ്ഞത് CPM-കാർ. അപ്പോൾ ഇവിടെ കുട നോക്കും, മഴ പെയ്യുന്ന മോസ്കോയിലായിരിക്കും. അത്രയ്ക്ക് മാത്രം മാനസിക വിധേയത്വവും അടിമത്വവും പ്രസ്ഥാനത്വവും അടിമകളെ സൃഷ്ടിക്കണം ഇവിടെ. അടിമക്കച്ചവടം പിടിയില്ല. കേരളത്തിൽ ജാതി ഉണ്ടായിരുന്നെങ്കിൽ അടിമക്കച്ചവടം ഇവിടെ കുറവായിരുന്നു. യൂറോപ്പിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. അടിമക്കച്ചവടം ഇല്ലാന്നും പറയാൻ പറ്റില്ല, അടിമക്കച്ചവടം കുറവായിരുന്നു. അടിമകളാക്കി മാറ്റും. കോട്ടയത്തൊക്കെ ഉണ്ടായിരുന്നു. അടിമകളാക്കി മാറ്റും. പറഞ്ഞ അടിമകളാക്കി, മാനസികമായ അടിമകളാക്കി മാറ്റും. മറ്റേത് അങ്ങനെയല്ല, കച്ചവട. വസ്തു വിൽക്കുന്ന കൂട്ടത്തിൽ 10 അടിമകളെ മറ്റേതിനെ ട്രാൻസ്ഫർ ചെയ്യാം. അതിവിടെ കുറച്ച് കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കാലത്തെ ഇവിടെ നിലനിന്നുള്ളൂ. മറിച്ച് യൂറോപ്പിൽ ആ കൾച്ചർ തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടി അണികൾ എന്ന് പറഞ്ഞാൽ അടിമകളാകുക എന്നുള്ളതാണ്. വേറെ യാതൊരു അടിമകളാകുക അവർക്ക് വേറൊന്നുമില്ല. പറഞ്ഞു കൊടുക്കുന്ന മുദ്രാവാക്യം വിളിക്കും, എന്ത് പിന്നെ ഏറ്റു വിളിച്ചുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം മുമ്പിൽ പോകുന്നതും വിളിക്കുന്ന മുദ്രാവാക്യം അത് തന്നെ എൻ്റെ മുദ്രാവാക്യം. അങ്ങനെയാണ് പോകുന്നത്. സ്വന്തമായിട്ട് ആർജവത്തോടെ മുദ്രാവാക്യം വിളിക്കാൻ പോലും പറ്റാത്ത തീരെ പാവങ്ങളാണ് ഈ സഖാക്കൾ. ഏറ്റവും ആത്മാർത്ഥതയുള്ളവരാണ് ഈ സഖാക്കൾ. പക്ഷേ അവരെ വിറ്റ് കാശാക്കാൻ നടക്കുന്നവരാണ് അവരുടെ നേതൃത്വം. പിന്നെ ഇവിടെ ഇനി RSS-നെ കുറിച്ച് പറയുമ്പോൾ, RSS-ഉം ആ കൾച്ചർ വളർത്തിയെടുക്കാനാണ് നോക്കുന്നെങ്കിൽ, ഇപ്പോൾ അയോധ്യ നമ്മൾ കാണുന്നുണ്ട്, കുറച്ച് ആ കൾച്ചർ വളർത്തിയെടുക്കാനാണ് നോക്കുന്നെങ്കിൽ RSS-ഉം പുറകോട്ട് പോകും. അല്ല, RSS-ന്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ കാരണം ഹിന്ദുമതം എന്നതിൻ്റെ ഔന്നത്യം എന്ന് പറയുന്നത് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഭൗതികമായ സ്വാതന്ത്ര്യമാണ്. ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും. നാളെ ഞാൻ എൻ്റെ ഏറ്റുമാനൂർ അമ്പലത്തിൽ, ഞങ്ങളുടെ അടുത്തുള്ള ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഏറ്റുമാനൂരപ്പൻ വിശ്വാസമില്ല, തട്ടിപ്പാന്ന് പ്രസംഗിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി എൻ്റെ മോടെ കല്യാണം നടന്നു. ഞാൻ നാസ്തികനാണെങ്കിലും എനിക്ക് ആ അമ്പലത്തിൽ കയറാം. ആരും നീ എന്തിനാ വന്നെന്ന് ചോദിക്കില്ല. മറ്റേത് മതങ്ങൾ അങ്ങനെയല്ല. അതാണ് ആ ഔന്നത്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഔന്നത്യമാണ് ഹിന്ദുമതത്തിൻ്റെ ഔന്നത്യം. അതുകൊണ്ടാണ് ഇതെല്ലാവരും വിചാരിച്ചിട്ടും തകരാതെ ഇപ്പോഴും നിൽക്കുന്നത്. അതെ. അപ്പം നിർത്തുമ്പോൾ ഇതാണ് പറയാനുള്ളത്. നിലവിൽ കേരളത്തിലെ
ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ട് ഇരിക്കുകയാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ, എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇതൊക്കെ പറയാൻ ഞങ്ങൾക്ക് എന്താണ് അർഹത എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിക്കും. കാരണം 10 വർഷം ഭരണത്തിലിരുന്നപ്പോൾ നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഒരു അസ്തിത്വ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് CPM പൊക്കൊണ്ടിരിക്കുകയാണ്. ആ പൊക്കൊണ്ടിരിക്കുന്ന CPM തകർച്ചയിലേക്ക് പൊക്കൊണ്ടിരിക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ആ സ്പേസിലേക്ക് ആര് കടന്നു വരും, ആർക്ക് അതിൻ്റെ മുകളിൽ മറ്റൊരു കെട്ടിടം പടുത്തുയർത്താൻ പറ്റും എന്നുള്ളത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം CPM ഇവിടെ കെട്ടിടം പൊക്കിയത് ഏത് തറയുടെ മുകളിലായിരുന്നു? ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയൊക്കെ രൂപപ്പെടുത്തിയ കിളുതു മറിച്ചിട്ട നവോത്ഥാനത്തിന്റെ ഒരു മണ്ണിന്റെ മുകളിലാണ് CPM കൊണ്ടുപോയിട്ട് കെട്ടിടം പണിതത്. അപ്പോൾ ഈ നവോത്ഥാന നായകരെ CPM-ന് മാത്രം അവകാശപ്പെട്ടതല്ല, ഇതിലെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. CPM-ന്റെ മാത്രം കുത്തകയല്ല ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അംബേദ്കർ, ആരും. കാറൽ മാർക്സിനെ ലോകത്ത് ഉപയോഗിക്കാമെങ്കിൽ ഇവിടെ സുഖമായിട്ട് നാരായണ ഗുരുവിനെ ഉപയോഗിക്കത്തില്ലേ? തീർച്ചയായിട്ടും. ഇവർ കൊണ്ടു നടക്കുന്ന കാറൽ മാർക്സിനെ അങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുക, സുഖമായിട്ട് ഉപയോഗിക്കാറ്. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CPM എന്നല്ല അർത്ഥം. ശരിയുടെ നിലപാടെടുക്കുന്ന പക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ശരിയുടെ നിലപാട് ആര് സ്വീകരിച്ചാലും പ്രോഗ്രസീവായിട്ട് പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള ചിന്താ പദ്ധതികൾ രൂപപ്പെടുത്തുന്നവരെ ഒക്കെ നമുക്ക് ഇടതുപക്ഷം, ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പെടുത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഉടനെ ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണ്, ഇവൻ CPM ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട.